ഇന്നത് തുറക്കാൻ പറ്റുമെന്നും അറിയില്ല. പണ്ടത്തെ കഥകളുടെ മഹത്വമൊന്നും ഇനി ഇവിടെ ആർക്കും കേൾക്കണ്ട ഡാഡി. ഇപ്പൊ എന്താണ് അവസ്ഥ അതല്ലേ നോക്കേണ്ടത്. എനിക്കെന്റെ അഭിപ്രായം പറഞ്ഞുകൂടെ? അഭിപ്രായം പറഞ്ഞു. അനുസരിക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് മാത്രം. സത്യത്തില് ഡാഡി ഇപ്പൊ പറഞ്ഞ അഭിപ്രായം ഡാഡിയുടെ അല്ലാന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് സ്വാമിയുടെ അഭിപ്രായം എന്ന് നിന്നോട് പറഞ്ഞു. എന്തിനാ ആരെങ്കിലും പറയുന്നത്? അയാൾക്കാ നമ്മൾ നശിച്ചു കാണണമെന്ന് ആഗ്രഹമുള്ളത്. വെറുതെ ആ പാവം സ്വാമിയെ കുറ്റം പറയണ്ട. സ്വാമിക്ക് ഇതിലൊരു മനസ്സറിവുമില്ല. നല്ല പ്രാക്ടീസ് ഉള്ളൊരു ഡോക്ടർ എത്ര കാലം എന്ന് വെച്ചാൽ വീട്ടിലിരിക്കുക? അത് ശരിയാണെന്ന് ഡാഡിക്ക് തോന്നുന്നുണ്ടോ? ശരിയും ശരികേടും ഒന്നും ആരും എന്നെ പഠിപ്പിക്കണ്ട. എന്നെ അനുസരിക്കാൻ ആരും തയ്യാറല്ലല്ലോ. അപ്പോ പിന്നെ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ. ഡാഡി പറയുന്നതിൽ ന്യായം ഇല്ലാത്തത് കൊണ്ടാ അനുസരിക്കാൻ തോന്നാത്തത്. അതെന്താ ഡാഡി തിരിച്ചറിയാത്തത്? രാവിലെ തന്നെ തുടങ്ങിയോ? ഇന്നൊരു നല്ല ദിവസമല്ലേ? വെറുതെ എന്തിനാ നിങ്ങൾ തമ്മിൽ വഴക്കിട്ട് നിരഞ്ജന്റെ മൂട് കളയുന്നേ? ഇന്ന് നല്ല സന്തോഷത്തോടു കൂടി വേണം നിരഞ്ജൻ ചാർജ് എടുക്കാൻ. അതിനുള്ള അവസരം നമ്മളാ ഉണ്ടാക്കേണ്ടത്. അത് പറഞ്ഞ ഡാഡിക്ക് മനസ്സിലാവണ്ടേ? മനസ്സുകൊണ്ടെന്ന് അനുഗ്രഹിക്കേട്ടാ. നമ്മുടെ ഹോസ്പിറ്റലിൽ തുറന്നാലേ നിരഞ്ജൻ അങ്ങോട്ട് വരാലോ. അതുവരെയല്ലേ ഉള്ളൂ ഈ ജോലി. ശരി, പോയി നന്നായി വാ. എന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. ശരി സർ, പോയിട്ട് വരാം. എനിക്ക് നിരഞ്ജനെ തടയാൻ പറ്റിയില്ല സ്വാമി. നിരഞ്ജൻ ജോയിൻ ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. വേണ്ടായിരുന്നു. പറയാനല്ലേ എനിക്ക് പറ്റൂ. അനുസരിക്കില്ല എന്ന് അവർ തീരുമാനിച്ചാൽ പിന്നെ എനിക്കെന്ത് പറയാൻ പറ്റും? നമ്മൾ തകർന്നു, ആശുപത്രി ഉടനെ ഒന്നും തുറക്കാൻ പോകുന്നില്ല എന്നും ഇതോടെ എല്ലാവർക്കും മനസ്സിലാവും. അത് നമുക്ക് ക്ഷീണ. സ്വാമി പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഈ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മനസ്സിലാവാഞ്ഞിട്ടൊന്നും അല്ല ഡാഡി. ഡാഡി പറയുന്നത് ഒട്ടും പ്രാക്ടിക്കൽ അല്ല. അതാ അനുസരിക്കാൻ തോന്നാത്തത്. നിങ്ങളുടെ വശം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എത്ര കാലം ആയിന്നറിയോ അദ്ദേഹം ഇതിനകത്ത് കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട്? ദിവസവും പ്രാക്ടീസ് ഉള്ള ഡോക്ടർമാർക്ക് തന്നെ പിടിച്ചു നിൽക്കാൻ പ്രയാസമുള്ളൊരു ഫീൽഡായി മാറിക്കഴിഞ്ഞു മെഡിക്കൽ ഫീൽഡ്. എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. പ്രാക്ടീസ് ചെയ്യാതിരുന്നാലേ അതിനൊക്കെ സാധിക്കൂ. നമ്മുടെ ആശുപത്രി ഉടനെ തുറക്കില്ലോ. സ്വാമി ഡാഡിയെ വേണമെങ്കിൽ പറ്റിച്ചോ. എന്നോട് ഇത്തരം വിഡ്ഢിത്തങ്ങൾ പറയരുത്. ഒരു സിവിൽ കേസ് തീരാൻ എത്ര കാലം എടുക്കുമെന്ന് എന്നെ ആരും പഠിപ്പിച്ചു തരണ്ട. എനിക്കതറിയാം. ആശുപത്രി അതിനെക്കൊണ്ട് വേഗം കേസ് പരിഗണിക്കും. ആദ്യം പരിഗണിക്കട്ടെ, എന്നിട്ട് വിധി പറയട്ടെ. അപ്പൊ ആലോചിക്കാം. ആശുപത്രി കേസില് നമുക്ക് അനുകൂലമായിട്ട് വിധി വന്നാലും അത് തുറക്കാൻ പിന്നെയും സമയം എടുക്കുമെന്ന് അറിയാലോ. കെട്ടിടവും പരിസരവും ക്ലീൻ ആക്കി എടുക്കാൻ തന്നെ എത്ര ദിവസം വേണ്ടി വരും? നിങ്ങളെല്ലാരും സ്വപ്നലോകത്താ ജീവിക്കുന്നേ. എന്നാ ഞാൻ അങ്ങനെയല്ല. നല്ല ശമ്പളത്തിന് അദ്ദേഹം ജോലിക്ക് കയറിയിരിക്കുന്നേ. മാസാമാസം കിട്ടുന്ന തുകയെന്ന് ഒരു ഭാഗം തങ്കച്ചിയുടെ കടം തീർക്കാൻ വേണ്ടി മുടക്കാം. അതോടെ കടം തീരുമല്ലോ. അപ്പൊ ആശുപത്രി തുറക്കാം. എന്താ അങ്ങനെ ചെയ്താൽ ശരിയാവില്ലേ? ശരിയാവണല്ലോ. ദയവ് ചെയ്ത് സ്വാമി ഇതിലൊന്നും കയറി ഇടപെടരുത്. അതാ നല്ലത്. ഞങ്ങൾക്കറിയാം എന്ത് വേണമെന്ന്. സ്വാമിയുടെ ഉപദേശം ഇവിടെ ആർക്കും ആവശ്യമില്ല. സ്വാമി കേട്ടല്ലോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതിന്റെ അപ്പുറം ഞാൻ എന്ത് ചെയ്യാനാ? കുട്ടികളല്ല സാർ, പക്വത കുറവ് കാണിക്കും. അനുഭവം വരുമ്പോ പഠിച്ചോളൂ.
ചന്ദ്രപറ. മനസ്സമാധാനം കിട്ടുന്നില്ല, അതാ നിന്നെ വിളിച്ച്. ഇവിടെയാണെങ്കിൽ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. 7-ാം തീയതി ആവാൻ ഇനി അധികം ദിവസങ്ങളില്ലല്ലോ. അത് ഓർക്കുമ്പോ ഒരു ടെൻഷൻ. ആ കല്യാണം നടക്കില്ലെന്ന് എന്നെക്കാളും നന്നായിട്ട് നിനക്കറിയാം. അതിന്റെ കാരണം എന്താണെന്നും നിനക്കറിയാം. എടി, എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കും. പിന്നെ എന്തിനാ ഈ പേടിക്കുന്നേ? എന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ല റൂബി. ഡു ഓർ ഡൈ, അങ്ങനൊരു ഗെയിമാ ഞാൻ കളിക്കുന്നത്. ജയിച്ചാ എനിക്ക് പ്രശ്നമൊന്നുമില്ല, തോറ്റ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. തോക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം വേണ്ടേ ചന്ദ്ര? അങ്ങനെയൊന്നും ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. ചെയ്യേണ്ടതെല്ലാം ചെയ്തോണ്ട് തന്നെയാ നമ്മളിപ്പോ മുമ്പോട്ട് പോകുന്നത്. നീ എന്നെ ഏൽപ്പിച്ച എല്ലാ ജോലികളും ഇതുവരെ ഭംഗിയായിട്ട് തന്നെ ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട്. പിന്നെന്താ പ്രശ്നം? വേറെ കുഴപ്പമൊന്നും വരില്ലായിരിക്കും അല്ലേ റൂബി? ഒരു കുഴപ്പവും വരില്ല, നീ ധൈര്യമായിട്ടിരിക്കും. എല്ലാവരുടെ മുൻപിലേ ഞാനിപ്പോ നല്ല കുട്ടിയാ. ദേവിക പോലും എന്നെ ഇപ്പൊ വിശ്വസിക്കുന്നുണ്ട്. അതാണ് എന്റെ ബലം. ആ വിശ്വാസം മറയാക്കി വേണം എല്ലാം എനിക്ക് ചെയ്യാൻ. ദേവിക അങ്ങനെ കണ്ട് നീ വിശ്വസിക്കണ്ട. നല്ല ബുദ്ധിയുള്ള കൂട്ടത്തിലാ അവള്. നീ എന്തൊക്കെ ചെയ്താലും ഒരു ചെറിയ സംശയം അവള് ബാക്കി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് കരുതലോടെ തന്നെ വേണം മുന്നോട്ട് പോവാൻ. ആരെയും ഒരു പരിധിയിൽ കൂടുതൽ നീ വിശ്വസിക്കണ്ട. നമ്മുടെ പ്ലാനിൽ മാത്രം നീ ശ്രദ്ധിച്ചാ മതി. ബാക്കിയൊക്കെ വരുന്നത് പോലെ വരും. സിദ്ധുവേട്ടനും ദേവികയും തമ്മിലുള്ള കല്യാണം ഒരു കാരണവശാലും നടക്കരുത്. എനിക്കത്രേ ഉള്ളൂ. മരിച്ചുപോയ അച്ഛന്റെ ആത്മാവിനെ സാക്ഷി നിർത്തി ഞാനൊരു ശപഥം ചെയ്തിട്ടുണ്ട്. അതെനിക്ക് പൂർത്തിയാക്കണം റൂബി. എങ്കിലേ എന്റെ പ്രതികാരം തീരൂ. എല്ലാം ശരിയാവും. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. 7-ാം തീയതി ദേവിക തിരിച്ചറിയും സിദ്ധു അവൾക്കുള്ളതല്ലെന്ന്. യെസ്, അതാണ് വേണ്ടത്. അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്.